നമ്മുടെ ജീവിതം നമ്മുടെ ഇഷ്ടത്തിന് ഒരു തടസ്സങ്ങളും ഇല്ലാതെ, അത് നമ്മുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഈ സമൂഹം നമുക്ക് സൃഷ്ടിച്ച് തന്ന്, അല്ലെങ്കിൽ സമൂഹം നമ്മളോട് ചെയ്യാനും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യണ ഇഷ്ടമല്ല. ഇപ്പോൾ സമൂഹം കള്ള് കുടിക്കണ്ട എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ കള്ള് കുടിക്കണം എന്നും പറയുന്നുണ്ട്. രണ്ടും അവൈലബിൾ ഉള്ളതുകൊണ്ട് വേണ്ടാന്നും വേണമെന്നും പറയുന്നുണ്ട്. അതല്ല, നമ്മളായിട്ട് ഇരിക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു ഇഷ്ടമുണ്ട്. അതൊരിക്കലും അവസാനിക്കാത്തൊരു സ്നേഹം. ചുറ്റുപാടിൽ നിന്ന് ആരുമായിട്ട് മല്ലിട്ടിട്ടോ, അല്ലെങ്കിൽ ആരോടെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടോ, ആരെങ്കിലും താഴ്ത്തിക്കെട്ടിയിട്ടോ, മറ്റുള്ളവരെക്കാൾ വലിയവനായിട്ടോ, നമ്മുടെ കയ്യിലുള്ള പൈസയുടെ അളവ് നോക്കിയിട്ടോ ഒന്നുമല്ലാതെ നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണ, നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കണ, ഇഷ്ടത്തോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതുമായിട്ട് ചേർന്ന് നിൽക്കാൻ, അതുമായിട്ട് ചേർന്ന് നിന്നാൽ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണ്? ബെനിഫിറ്റ് അല്ല, ആക്ച്വലി ആ ഒരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അവിടെ വേറെ ആർക്കും കൈകടത്താൻ പറ്റില്ല. കാരണം എന്താ, അവിടെയുള്ള ചിത്രം എന്ന് പറയുന്നത് അത്രയും ക്ലിയറാണ്. മനസ്സിലായോ? അവിടെ ഒളിച്ചോ പാത്തോ ഒന്നും ചെയ്തിട്ട് ഒരു രൂപത്തെ ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹം നമുക്കില്ലാത്തിടത്തോളം വേറെ ആർക്കും അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിങ്ങനെയാണ് പ്രവർത്തിക്കണമെന്ന് അവർ കാണില്ലേ. മറ്റൊരാൾ നമ്മളിൽ കയറി പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ താല്പര്യങ്ങൾക്ക് ചില കാര്യങ്ങൾ എനിക്ക് നാളെയും മറ്റന്നാളും ചെയ്യേണ്ടി വരും എന്നുള്ള തോന്നല് ഇന്നേ നമ്മളെന്താണ്, നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ മറച്ചു വെക്കാൻ തുടങ്ങും. ഇവിടെയാണ് നമ്മുടെ പ്രോബ്ലം. മറച്ചു വെക്കാതെ അവനാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. കപ്പാസിറ്റി ഇല്ലാത്തവർ അത് ഒളിച്ചും പാത്തും ചെയ്യുമ്പോൾ അവർക്ക് പിന്നെയും പണി കിട്ടും. മറ്റേതൊക്കെ എൻ്റെ ആവശ്യം ഇങ്ങനെയാണ്. ആ ആവശ്യത്തെ തിരിച്ചറിഞ്ഞ് കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പം അവിടെ ആർക്കും ഒന്നും ചെയ്യാനില്ല.